ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് ഖത്തറിലാണ്. മലയാളി എന്ന് പറയുന്നത് എപ്പോഴും ചായയോട് വലിയ പ്രിയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചായയ്ക്ക് സമയം കണ്ടെത്താൻ മലയാളിക്ക് യാതൊരു മടിയുമില്ല. ചായയ്ക്ക് സമയം കണ്ടെത്തുന്നതിനെ നമ്മൾ ടീ ടൈം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ പ്രവാസി മലയാളികൾക്കിടയിൽ ഒരു ടീ ടൈം വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസവും പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസി മലയാളികൾക്ക് ടീ ടൈം എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിനെ കുറിച്ച് വ്യക്തമായി അറിയാം. ഇന്ന് നമ്മുടെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പം ഉള്ളത് ടീ ടൈം എന്ന് പറയുന്ന വലിയ ബ്രാൻഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അബ്ദുൽ കരീമാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക്. സർ, നമസ്കാരം. സർ, ആദ്യം തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം, ടീ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ന് പ്രവാസി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ളത് ഖത്തറിലാണ്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, മസ്കറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ UAE പോലുള്ള ദുബൈയിലേക്കും വലിയ ഒരു കുറേ സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുമാണ് താങ്കൾ. ടീ ടൈം എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ തുടക്കം അതെങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാം. അത് ടീ ടൈം തുടങ്ങി 15 വർഷമായിപ്പോൾ. അത് 15 വർഷം മുന്നേ ഞങ്ങളിവിടെ ഒരു ഈദ് ഫെസ്റ്റിവൽ വന്നു ഇവിടെ ഖത്തറിൽ. അങ്ങനെ കോർണിഷിൽ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങി. അപ്പോൾ അറബികൾക്ക് ചായനോട്ടുള്ള ഒരു അട്രാക്ഷൻ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നൊരു ഇത് ഉരുത്തിരികൊണ്ട് അൽനാസറിൽ ആദ്യമായി ഒരു ഷോപ്പ് തുടങ്ങി. അൽനാസറിൽ അതൊരു വൻ വിജയമായി. അപ്പോൾ അതിൻ്റേതായി ഇപ്പോൾ ഖത്തറിൽ 15 ബ്രാഞ്ചുകളായി. ഈ ഒരു അൽനാസറിൽ ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ സാറ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ GCC കൺട്രീസിൽ എമ്പാടും നമുക്ക് ബ്രാഞ്ചുകളുള്ള വലിയൊരു ബ്രാൻഡായി ടീ ടൈം മാറുമെന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇത്തരം ഒരു പ്രതീക്ഷ ഇല്ലെങ്കിലും കൂടി ഇതൊരു അറബികൾക്ക് ഒരു പ്രിയമായി എന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അന്ന് തന്നെയല്ലേ. അപ്പോൾ അന്ന് തുടക്കം കുറിക്കുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു താങ്കളോടൊപ്പം? എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങിയതെന്നൊന്ന് പറയാം. ഇത് ഞാൻ ഒറ്റക്കല്ല, ഞങ്ങളൊരു ഗ്രൂപ്പായുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായുള്ള പ്രവർത്തനത്തിൽ വിജയമെടുത്തു. ഞാൻ ഒറ്റക്കല്ല. ഇന്ന് ടീ ടൈമിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, ടീ ടൈമിൽ നിന്നും ചായ കുടിക്കുവാൻ വേണ്ടി വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മലയാളികളെക്കാൾ ഉപരി അറബികൾ ആണ്. പ്രത്യേകിച്ച് ഖത്തറിലാണെങ്കിൽ ഖത്തറികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ അറബ്സിനെ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടീ ടൈം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് എത്തിക്കാനുണ്ടായ സാഹചര്യം? എന്തുകൊണ്ടാണ് അവർ വരുന്നത് എന്ന് വിശദമാക്കാം, പറയാം. അറബിക് ടേസ്റ്റിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അതായത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അറബിക് ടേസ്റ്റാണ് കൂടുതൽ മുൻഗണന. അതാണ് ഏറ്റവും കൂടുതൽ അറബികൾ വരുന്നത്. അത് എല്ലാ ബ്രാൻഡിലും ഒരേപോലുള്ളതാണ്? എല്ലാ ബ്രാൻഡിലും ഒരേ ടേസ്റ്റുമാണ്. ഒരേ ടേസ്റ്റ് ഈ എല്ലാ രാജ്യങ്ങളിലും നൽകുവാൻ എങ്ങനെ പ്രത്യേക ഫോർമുലകളുണ്ടോ? അതെന്താണ് അതിനെക്കുറിച്ച്? ഒരു ഫോർമുല അറിയുന്ന ആളെ ഓരോ ബ്രാഞ്ചിലും ഉണ്ടാവും. അത് ഓരോ ബ്രാഞ്ചിലേക്ക് ഞങ്ങൾ ഓരോ ഫോർമുല അറിയുന്ന ഒരാളെ അതിനു വേണ്ടി നിയമിക്കും. അല്ല സാർ, അന്ന് സാറിൻ്റെ ഒരു പ്രവാസ ജീവിതം എങ്ങനെയായിരുന്നു? താങ്കൾ ഈ ഒരു ഖത്തറിലേക്ക് വരുന്നത് തുടക്കം എന്നൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു താങ്കൾ എത്തിയതെന്ന് പറയാം. അത് വന്നപ്പോൾ ജോലിയായിരുന്നു. പിന്നെ ജോലിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്ന് അതിപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ ടീ ടൈം എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഒരു പ്രത്യേക രുചിയുണ്ട്. അത് ആ രുചി എല്ലാ രാജ്യങ്ങൾ കടന്നാലും രുചിക്ക് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ താങ്കൾക്ക് ചായയോട് ഇഷ്ടമുണ്ടായിരുന്നു? എനിക്കും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് ഡെവലപ്മെന്റ് ചെയ്ത ഫോർമുല അതിൽ കൃത്യമോ ഒരു കെമിക്കലോ ഒന്നുമില്ല, ഒരു കൃത്രിമവും ഒന്നുമില്ലാതെ തന്നെ അത് ഞങ്ങൾ പല മാറ്റി അതിപ്പോൾ വിജയിച്ച ഫോർമുലയായി.
വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ തുടക്കം കുറിച്ച ടീ ടൈം ഇന്ന് ഖത്തറിൻ്റെ അതിർത്തി വിട്ടുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് രുചിയും പേറിയുള്ള യാത്രയാണ്. അബ്ദുൽ കരീം എന്ന് പറയുന്ന സാറിൻ്റെ ആശയം, അദ്ദേഹം ഇതിലേക്ക് നൽകിയിട്ടുള്ള മനസ്സ്, അത് തന്നെയാണ് ഈ ഒരു വൻ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. കാരണം ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായി, ഒരു രുചിക്ക് ഞങ്ങൾ ഒരു കൃത്രിമവും ചേർക്കാതെ ആ ഒരു നാച്ചുറലായിട്ടുള്ള രുചിയിൽ നിങ്ങളുടെ മനസ്സും കൂടെ ചേർക്കുമ്പോഴാണ് രുചി ഉണ്ടാകുന്നത്. ആ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രമാത്രം കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ ബ്രാഞ്ചുകൾ എടുത്തു കഴിഞ്ഞാൽ ചായ അല്ലാതെ, ടീ ടൈമിൽ ടീ അല്ലാതെ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ലഭ്യമാകും എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ടീ ആണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ കോഫി ഞങ്ങളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ദുബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഒരു ഞങ്ങളുടെ കയ്യിലൊരു സ്വീറ്റ് ഉണ്ട് അറബികൾ കഴിക്കുന്നത്, അത് ഞങ്ങൾ ടീ ടൈമിന് മാത്രമാണ്. എന്താണ് സ്വീറ്റ്? ഒരു സ്വീറ്റ് ഉണ്ട്, അത് അറബികൾക്ക് വളരെ പ്രിയമാണ്. അത് ടീ ടൈമിൽ മാത്രമേ ഉള്ളൂ. ടീ ടൈമിൽ മാത്രമേ ഒരു സ്വീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ചായക്ക് മാത്രമല്ല, ആ സ്വീറ്റ് ടീ ടൈമിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ സ്വീറ്റും ചായയും കൂടാണ് ഇവര് കൂടുതൽ കുടിക്കുന്നത്, അല്ലേ? അത് അറബികൾ ഒരു കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് സ്വീറ്റ്. Good with cheese, with some materials like. So if you add the chapati. സാറേ, ഇപ്പോൾ ടീ ടൈം നിൽക്കുന്നത് ഖത്തറിലും അതുപോലെ തന്നെ സൗദി അറേബ്യ, മസ്കറ്റ് മേഖലകളിലാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിൽ? ഇപ്പോൾ ദുബൈയിൽ എനിക്ക് തോന്നുന്നു, ദുബൈയിൽ ടീ ടൈമിൻ്റെ ബ്രാഞ്ച് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ ഖത്തറിലുള്ളത് 15 ബ്രാഞ്ച്, മസ്കത്തിൽ 7, സൗദി അറേബ്യയിൽ 2, UAE ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ 2-3 മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യും. പക്ഷെ ഞങ്ങളുടെ വേജാൻ അവിടെ UAE ടീ ടൈം ഉണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ ഒറിജിനൽ ബ്രാൻഡ് അല്ല. ഞങ്ങളൊരു 3 മാസത്തിന് ശേഷം UAE ലോഞ്ച് ചെയ്യുള്ളൂ. സാർ, ഇപ്പോൾ നിരവധി ബ്രാഞ്ചുകളാണ് ടീ ടൈമിനുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു ശൃംഖല ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓഫീസുണ്ട്, നിയന്ത്രിക്കാൻ, സ്റ്റാഫിനെ നിയന്ത്രിക്കാൻ ഇതെല്ലാം ഓഫീസുണ്ട്. പിന്നെ ഈ ഇത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ഷോപ്പിൽ സാർ പോകാറുണ്ടല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഷോപ്പുകളിൽ? ഇപ്പോൾ ഷോപ്പുകാരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉറപ്പ് വരുത്താൻ വേണ്ടി. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അന്ന് ഇപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊടുത്തിരുന്ന ആ ചായയുടെ രുചി തന്നെയാണോ? അതേ രുചി തന്നെ. സാർ, ഇപ്പോൾ ഇത്ര വൻ വിജയത്തിൽ എത്തുന്ന ടീ ടൈമിന് ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനവും അതിൻ്റെ ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു അർപ്പണ മനോഭാവവും അതുപോലെ തന്നെ ഹാർഡ് വർക്കും ഉണ്ടായാൽ മാത്രമേ ഉണ്ടാകൂ. താങ്കളുടെ ഈ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ആദ്യഘട്ടങ്ങളിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ടോ? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ഖത്തറിലെ ഈ ക്വാളിറ്റി കൺട്രോൾ തന്നെ മെയിൻ പ്രശ്നം. ഇവിടെ മുനിസിപ്പാലിറ്റി നല്ല സ്ട്രോങ് ആണ്, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്തായിരിക്കണം, എല്ലാ സമയത്തും ഏത് സമയത്തും നമ്മൾ കടയിൽ പോകണം, നോക്കണം, എന്നാൽ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ആദ്യം ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിപ്പോൾ ഒരു ആശയം സാറിൻ്റെ മനസ്സിൽ ഉദിച്ചായിരുന്നു. സാർ ഇപ്പോൾ ആരോ അന്ന് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന്? അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോഴും പോകുന്നുണ്ടല്ലേ? അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ആശയം വരുമ്പോൾ ഇത് വിജയിക്കുമോ അല്ലെങ്കിൽ ഇത് നമുക്ക് പരാജയം സംഭവിക്കുമോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഭീതിയോ ഉണ്ടായിരുന്നോ? എന്നാലും ഇങ്ങനൊരു വിജയമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളത് പ്രയത്നിച്ചു, പക്ഷെ അത് ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല വിജയത്തിലാണ്. അതല്ലേ? അപ്പോൾ ഈ ഒരു വിജയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ കസ്റ്റമറിനോട് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? അതായത് ടീ ടൈമിനെ വളരെ 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 നല്ല ബ്രാൻഡായി കാണുകയും അതിനെ ഉത്സാഹിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ചായ കച്ചവടം എന്ന് പറയുന്നത് നാട്ടിലും വളരെ വലിയ ലാഭമുള്ളൊരു ചെറിയ തൊഴിലാണ്. പക്ഷെ അതിനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയൊരു ബ്രാൻഡാക്കി എടുത്തു എന്നുള്ളതിൽ താങ്കൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ ഖത്തറിൽ മാത്രം 450ഓളം സ്റ്റാഫ് ഉണ്ട് ഞങ്ങൾക്ക്. 450ഓളം ഇന്ത്യക്കാരും നേപ്പാളികളും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും എല്ലാ വീട്ടിലും ചായ ഉണ്ടാക്കാറുണ്ട്, മലയാളികൾ എല്ലായിടത്തുനിന്നും ചായ കുടിക്കാറുണ്ട്. ഇതിനൊരു ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതത്തോടു കൂടി തന്നെ പറയട്ടെ, ആ ഒരു ചിന്താഗതി വളരെ വലുതായിരുന്നു. കാരണം ഇപ്പോൾ ചിക്കനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിക്കനിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, അതിന് പല വിഭവങ്ങളുമുണ്ട്. പക്ഷെ ഒരു ചായയിൽ ഇത്രമാത്രം ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, പ്രത്യേകിച്ച് അറബികൾ വരിക എന്ന് പറയുന്നത് വളരെ അത്ഭുതത്തോടു കൂടി തന്നെ, വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ താങ്കളെ അനുമോദിക്കുകയാണ്. കാരണം ഒരു മലയാളിയുടെ ചിന്താഗതിയാണ്. ആ ഒരു ചിന്താഗതി ഇത്രമാത്രം വൻ വിജയത്തിലെത്തിയില്ല. കാരണം ദിനംപ്രതി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ചായ കുടിച്ചും കുടിക്കാതെയും. പക്ഷേ അതിലൊരു പരീക്ഷണം,
അതിലൊരു ക്വാളിറ്റി, അതൊരു ബ്രാൻഡ്. ഞാൻ അത്ഭുതത്തോടു കൂടി പറയാം, ഞാൻ ഈ ഖത്തറിൽ വന്നതിന് ശേഷം ദോഹയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവരോടും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ ടീ ടൈമിൽ ഒരു ചായ കുടിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാറുണ്ട്. കാരണം അപ്പോൾ ഞാൻ അതിനുശേഷം ഞാൻ ചോദിക്കേണ്ടത് എന്താണ് ടീ ടൈം എന്ന് പറയുമ്പോഴാണ് അവർ വളരെ വാചാലമായി പറഞ്ഞു. കാരണം ടീ ടൈമിൽ ചായ ഒന്ന് കുടിച്ചു നോക്കൂ, എന്നിട്ട് അഭിപ്രായം അനുഭവം പറയുമെന്ന് പറഞ്ഞു. വളരെ വാസ്തവം പറയാം, ചായ കുടിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ചായ കുടിക്കാറുണ്ട്, അതിനൊരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്തുകൊണ്ടോ അറബികളുടെ ഒരു ടേസ്റ്റ് മിക്സ് ചെയ്തത് കൊണ്ടാവണം ഈ ഒരു ടീ ടൈമിലെ ചായക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് പോലും, ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോലും ബലം എന്ന് പറയുന്നത് ടീ ടൈമാണ്. അപ്പോൾ ആ പേര് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സജീവമായി എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഒരു ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഒരു ടൈറ്റിൽ, അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഒരു പ്രധാന ഘടകമാണ്. ടീ ടൈമിൻ്റെ പേര് നിർദ്ദേശിച്ചത് എങ്ങനെയാണ്, അതുണ്ടായത് എങ്ങനെയാണെന്ന് പറയാമോ? ചായൻ്റെ പേര് വേണമെന്നുള്ളത് നിർബന്ധമല്ല. അങ്ങനെ പല പേരും വന്ന് നമ്മൾ ഭാര്യയാണ് ഈ ടീ ടൈം എന്നുള്ള പേര് സെലക്ട് ചെയ്തത്. അത് ഫിക്സ് ചെയ്യാൻ ഭാര്യ പറഞ്ഞു അല്ല, പിന്നെ എല്ലാവരും കൂടി ചോദിച്ചാൽ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അത് ഇതിന് സൂട്ടായ പേരാന്ന് എല്ലാവരും പറഞ്ഞു. അത് ഭാവിയിൽ വലിയ ഏതൊരു പ്രസ്ഥാനവും വിജയത്തിലെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സറൗണ്ടുള്ള നമ്മുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ സാറിൻ്റെ കുടുംബം സാറിന് എത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു മേഖലയിൽ? ഉണ്ട്, നല്ല സപ്പോർട്ടീവ്. കാരണം നമ്മൾ പല ടൈമിലാണ് വരിക, അപ്പോൾ അതിനൊക്കെ അവരുടെ സപ്പോർട്ടുണ്ട്. ചിലപ്പോൾ രാത്രി 1 മണിക്കായിരിക്കും 2 മണിക്കായിരിക്കും, പല ടൈമിൽ വരും, ടൈമില്ല. അപ്പോൾ അതിനെല്ലാം കുടുംബത്തിൽ നിന്ന് എല്ലാം സപ്പോർട്ട് കിട്ടും. പക്ഷെ എന്നാലും വലിയൊരു ടൈം ഉണ്ടല്ലോ ടീ ടൈം. നമ്മളെ ക്യാപ്ഷൻ എനി ടൈം ടീ ടൈം എന്നാണ്. എനി ടൈം ടീ ടൈം, ഏത് സമയം ചായയുടെ സമയമാണല്ലേ സാറേ? ഇത് ഈ ടീ ടൈമിന്റെ ക്യാപ്ഷൻ തന്നെ വളരെ വ്യത്യസ്തമാണ്. കാരണം എനി ടൈം ടീ ടൈം, ഏത് സമയവും ചായയുടെ സമയമാണ്. അതായത് ഇപ്പൊ രാവിലെ നോക്കിയാലും ചായയുടെ സമയമാണ്, ഉച്ചയ്ക്ക് നോക്കിയാലും ചായയുടെ സമയമാണ്, അതിൽ തർക്കമല്ല. രാത്രി 2 മണിക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം, എനി ടൈം ടീ ടൈം. അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും ഈ പ്രവാസി മലയാളികളെ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നവരെ നോക്കിയിട്ടാണോ അങ്ങനെ ചിന്തിച്ചത് എനി ടൈം ടീ ടൈം? അല്ല, അറബികളും എല്ലാ ടൈമിലും ചായ കുടിക്കുന്നു. എത്ര മണി വരെ ചായ വിൽക്കുന്നുണ്ട് ഇവിടെ? 24 മണിക്കൂറും ചായ. എല്ലാ ഔട്ട്ലെറ്റും 24 hours. അത് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ ടീ ടൈമിലേക്ക് ഖത്തറിലുള്ള 15 ഔട്ട്ലെറ്റും ഒമാനിലുള്ളതും, സൗദി അറേബ്യയിൽ പിന്നെ 24 മണിക്കൂറില്ല. ബാക്കി ഇവിടെ എല്ലാം 24 മണിക്കൂറാണ്. 24 മണിക്കൂറാണ്. അപ്പൊ രാത്രി 3 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് എനി ടൈം. നമ്മുടെ ക്യാപ്ഷൻ തന്നെ എനി ടൈം ടീ ടൈം എന്നാ, ഏത് സമയം ചായ കിട്ടുമല്ലേ? അപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത്, ഈ രാത്രി കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിക്ക് ശേഷവും ചായ കുടിക്കുന്ന ആൾക്കാർ വരാറുണ്ട്? തീർച്ചയായിട്ടും. അത് അറബികളാണ് കൂടുതൽ വരിക? ഞങ്ങൾക്ക് ഇപ്പോൾ പകലത്തേക്കാൾ കൂടുതൽ, പകൽ ഷിഫ്റ്റിനേക്കാൾ കൂടുതൽ കച്ചവടം രാത്രി ഷിഫ്റ്റിലായിരിക്കും. സാറേ, ഇനിയിപ്പോൾ താങ്കളുടെ ഇപ്പോൾ ടീ ടൈമിനെ കുറിച്ച് നമ്മൾ ആധികാരികമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ താങ്കളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ കുട്ടിക്കാലം, വിദ്യാഭ്യാസ കാലഘട്ടം, നാട്ടിൽ ആരൊക്കെയാണുള്ളത്, അതിനെക്കുറിച്ചൊന്ന് പറയാം. നാട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ഏലംകുളമാണ്. പിന്നെ വീട്ടിൽ ഉപ്പ, ഉമ്മ, ജ്യേഷ്ഠൻ, സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. പഠിച്ചത് എവിടെയായിരുന്നു? പഠിച്ചത് ഞങ്ങളുടെ അടുത്ത് തന്നെ കുന്നാക്ക ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. അപ്പോൾ അതിനുശേഷം, പഠിത്തത്തിന് ശേഷം ആണ് സാറ് ഗൾഫിൽ, നാട്ടിലും കുറഞ്ഞ കാലം ബിസിനസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നാട്ടിൽ ചെയ്തിരുന്ന ബിസിനസ്? അത് ഇതല്ല വേറെ മേഖലയായിരുന്നല്ലേ? അതിനുശേഷം ഗൾഫിലേക്ക് വന്നു. അത് ആദ്യം ജോലിയിലേക്കാണ് വരുന്നത് അല്ലേ? ആദ്യം ജോലിയിലേക്ക് വന്നു. ഇപ്പൊ അതിനുശേഷം ടീ ടൈം നമുക്കൊരു വലിയ ജോലിയാണ്. ഇപ്പോൾ സാറ് നാട്ടിലെ വിശേഷങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പോൾ താങ്കളോടൊപ്പം തന്നെ ഇവിടെ ഈ ഖത്തറിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? എൻ്റെ ഭാര്യയുണ്ട് ഷൈനി, പിന്നെ മൂത്ത മകൾ ഫിദ ഫാത്തിമ, ചെറിയ ആള് ഇഷൽ ഫാത്തിമ. അവരെന്ത് ചെയ്യുന്നു? പഠിക്കാൻ? 2 ആളും സ്കൂളിൽ പഠിക്കാൻ. ഇവിടെ തന്നെയാണ്?
ഇത്രയും സമയം ഓക്കെ. ടീ ടൈമിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, ടീ ടൈം എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്തുകൊണ്ടാണ് ഇത്ര ഉയർച്ചയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അബ്ദുൽ കരീം എന്ന് പറയുന്ന താങ്കളുടെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ തൻ്റെ ജോലിയോടുള്ള പാഷൻ അത് വളരെ വലുതാണ്. കാരണം ഒരു ചെറിയ ഒരു ചിന്താഗതി, ചായ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചായ കടകൾ കണ്ടിട്ടുണ്ട്. ഇതൊരു ലോക വ്യവസായത്തിൽ ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റുവാൻ താങ്കൾ എടുത്തിരിക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിനെ ഞാൻ ആദ്യം തന്നെ അതിനെ അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും പറയാതിരിക്കാൻ വാക്കുകളില്ല. കാരണം അത്രമാത്രം വലിയൊരു ചിന്താഗതി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഇത്രയും സമയം ടീ ടൈമിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് പങ്കുവച്ചു. ഞങ്ങളോടൊപ്പം ഇത്രയും തിരക്കേറിയ സമയത്ത് ഞങ്ങളോട് അല്പസമയം ചിലവഴിച്ചതിൽ വിരുന്ന് ടീമിൻ്റെ ഹൃദയംഗമായി നന്ദി. താങ്ക് യു.